കല്ലഞ്ചിറ അവിടെ ഒരു ചെറിയ ഡാമുണ്ട്, ചെക്ക് ഡാം. ചെക്ക് ഡാം സന്ദർശിക്കാൻ കാണാൻ പാകത്തിനുള്ള സെറ്റപ്പ് ഉണ്ടോ? കാണാൻ പാകത്തിനുള്ള മഴക്കാലത്തൊക്കെ ഫുള്ള് സെറ്റപ്പ് ആയിരുന്നു. നല്ല ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അജു വർഗീസിന്റെ ഒക്കെ ഏതൊക്കെ ഒരു സിനിമയൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടായിരുന്നു. കല്ലഞ്ചിറ അത് വലിയൊരു ഏരിയ, കുറെ സ്ഥലമൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞു പോയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 5-8 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്റർ അല്ല, അതിന് മേലെ ഉണ്ട്. കരണീന്ന് നമ്മളെ മീനങ്ങാടിന്ന് മാനന്തവാടി പുതിയ റൂട്ടിന് പോയിട്ട് കരണിന്ന് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് പോവാം. ലെഫ്റ്റ് സൈഡിലേക്ക് അതായത് കമ്പളക്കാട് റോഡുണ്ട്, ഷോർട്ട് കട്ട്. കരണിന്ന് ഒരു കമ്പളക്കാട് റോഡുണ്ട്. ടൗണിൽ നിന്ന് അപ്പൊ അതിലെ പോയാല് കറക്റ്റ് കാണാം. ഇറങ്ങാൻ പറ്റും. ഇന്ന് പിന്നെ നമ്മൾ അങ്ങനത്തെ സെറ്റപ്പ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങില്ല. അപ്പൊ റൂട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ കറക്റ്റ് എത്തിക്കുന്നത് കാര്യമ്പാടി ടൗൺ. കാര്യമ്പാടിന്ന് സ്ട്രൈറ്റ് നേരെ പോവാം. കരണി പിടിക്കാം. അവിടുത്തെ മറ്റേ മരത്തിലെ പൂവുണ്ടായിരുന്നു. സൂര്യോദയം അല്ല സൂര്യാസ്തമയാണ്. വൈകുന്നേരം ഭയങ്കര വെയില് ഭയങ്കര സംസാരമില്ല. അവനെ 4 ആളിനെങ്കിൽ 4 തേമ്പ് കിട്ടിയാലോ നല്ല സംസാരിക്കണം. സംസാരമില്ലേ? അധികം സംസാരിക്കാത്ത നീയോ? പിന്നെ ഒതുങ്ങിക്കൂടിൽ അടുത്ത വീടുകളിലൊക്കെ കാണിച്ചു തരാതെ കേട്ടോ. നിങ്ങളോട് പെട്രോൾ അടിച്ചിട്ടുണ്ട്. മൈലേജ് കൂടുതലുണ്ട്. MRPയിലെ പമ്പാണ്. MRPയിൽ ഇത് പുതിയതായിട്ട് തുടങ്ങിയതല്ലേ? പുതിയ പമ്പ്. ഇവർക്ക് കുറെ പമ്പുണ്ടോ, കഫയോ അങ്ങനെ എന്തൊക്കെ പരിപാടി പറയുന്നുണ്ട്. മൈലേജ് കിട്ടുന്നുണ്ട്. മൈലേജ് എണ്ണയ്ക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഈ നയാറ ആദ്യം വന്നപ്പോ അങ്ങനെയായിരുന്നു, നല്ല മൈലേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തോ ഒരു മൈലേജ് കിട്ടുന്നില്ല. അങ്ങനെ തോന്നാനായിരിക്കും ചിലപ്പോ. കറണ്ടിന്റെ അല്ല ഓടിക്കുന്നത്, അതായിരിക്കും. കറണ്ടിന്റെ എങ്ങനെയാണ് അവിടെ അടിക്കുന്നത്? മൈലേജ് കിട്ടില്ല. പക്ഷേ മറ്റേ സിസിയിലെ പമ്പൊന്നും മൈലേജ് ഇല്ലാണ്. മൈലേജ് ഇല്ല. ഓപ്പണിങ്ങിന് എല്ലാ പമ്പിനും കല്യാണത്തിനുള്ള വണ്ടിയാണ് ഇതൊക്കെ. ഓർമ്മയാവും. അവിടെ ഫുള്ള് ആൾട്രാ. കല്യാണ വീട്ടിലാണ് വലിയ പരിപാടിയാ. മേലെ ഭക്ഷണമുണ്ട്. സദ്യയോ? പനങ്കണ്ടി സ്കൂൾ. അപ്പൊ ഉണ്ടല്ലോ, സ്കൂളിൽ വെച്ചൊക്കെ നടത്തുമ്പോ ഒരു പെർമിഷൻ എടുക്കണം. നേരത്തെ പൈസ അടയ്ക്കണം. ആളില്ല. പഠിച്ചപ്പോൾ അത്ര പിള്ളേരുണ്ടോ? ഒരു ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? 10-60 പേര് ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് കുറെ ഭൂരിഭാഗം പേരും ഗതിയില്ലാത്തവരല്ലേ, അതുകൊണ്ടാ. അതിന് മെയിനാണ് നീയൊക്കെ. ഇതാണോ കമ്പളക്കാടേക്കുള്ള ഷോർട്ട് വഴി? ആ വഴി കയറിപ്പോണല്ലേ? ആ വഴി തന്നെ. ചെക്കന്മാര് പാലത്തിൽ ഇരുന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. വീശുവല പാലത്തിന് മേലെ ഇരുന്നിട്ട് വീശുന്നല്ലേ? ചെക്കന്മാരെ കയ്യിലുണ്ടല്ലേ? എന്താ തൂളിയാണോ? എടം അതല്ലേ ചേച്ചേ. കരണി ടൗണിന്ന് അല്ല, കരണിയല്ല, കല്ലഞ്ചിറ ടൗണിന്ന് ലെഫ്റ്റിലേക്ക് കല്ലഞ്ചിറ റോഡ് എന്ന് പറഞ്ഞ ചെറിയൊരു കല്ലിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടം വരെ വണ്ടി പോകും. അവിടം വരെ പോകുന്നതാണ് തോന്നുന്നത്. നടക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇതാ കാണുന്നത്, നേരെ മുന്നിൽ കാണുന്നതാണ്. കൊറേ കല്ലുണ്ടല്ലേ? വലിയ ചെറിയാ. ഇതാണ് കല്ലഞ്ചിറ അല്ലേ? അതിനപ്പുറത്തേക്കാണ് ഡാം, ചെക്ക് ഡാം. ഓ, ഇതിന്റെ അപ്പുറം വേറെ ഉണ്ട്. ഇതാണോ ചെക്ക് ഡാം ഉണ്ടോ? ഓ, സംഭവം സെറ്റല്ലേ? അടിപൊളിയല്ലേ? ഇതാണ് സംഭവം അല്ലേ? അവിടെയാണ് ചെക്ക് ഡാം. ചെക്ക് ഡാം ആ നിൽക്കുന്ന ഒരാളുടെ ഹൈറ്റ് വെച്ച് നോക്കി ചെക്ക് ഡാം ഒരാളെക്കാട്ടി ഹൈറ്റില് വെള്ളമുണ്ട്. ഞാനത് വിചാരിച്ചത്
മറ്റേ ഇതാണോ കൊളാന്ന് വിചാരിച്ചിട്ട്? കുളമില്ല, ഒരു ചിറ തന്നെ, വലിയൊരു പുഴ. അത് കെട്ടിയിട്ട് അവർ ചിറ ആക്കി വെച്ചോളൂ. വണ്ടി വിട്ടോ പറയണം. തണലുണ്ടോ? ഇല്ല, അങ്ങോട്ട് ആ സ്കൂട്ടറൊക്കെ നിർത്തിയാണ്. കുറെ വണ്ടി ഇട്ടോ. ഇല്ല, അവിടെ തണൽ നിർത്തായിരിക്കും. അവിടെ തണലുണ്ടാവും. അവിടെ സാലയില്ലേ പാളുവേ? സാലയിലേ തിരിച്ചു വരാലോ. തിരിച്ചു വരണ്ടേ? കുളമല്ല, വലിയ ചെറാന്ന് പറഞ്ഞാൽ ചെറ തന്നെ. അങ്ങോട്ടില്ല, അവിടേക്കൊന്നും ആരും പോകത്തുണ്ടോ? വരുന്നുണ്ട്. നീ അങ്ങോട്ട് ഇറങ്ങി ഓടിയേ, ഇവിടെ നീ അങ്ങോട്ട് ഇറങ്ങി ഓടിയേ. ആ എൽസുവിന്റെ പ്രോ എടുത്താൽ മതിയായിരുന്നു നിങ്ങൾക്ക്.